പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കുന്ന വിഷയം കിങ് ബേബി സിൻഡ്രം എന്ന് പറയുന്ന ഒരു ഇൽനെസ്സിനെ കുറിച്ചാണ്. 1930 കാലഘട്ടങ്ങളിൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പ്രബന്ധത്തിലൂടെയാണ് ലോകത്തിന് ഈ ഒരു ഇൽനെസ്സിനെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത്. 1986 കാലഘട്ടങ്ങളിൽ ടോം കണ്ണിങ്ഹാം എന്ന് പറയുന്ന ഈ ആസക്ത രോഗത്തിലെ വലിയ ചികിത്സ നടത്തിയിട്ടുള്ള ആസിൽട്ടനുമായി ബന്ധപ്പെട്ട അദ്ദേഹമാണ് ഇതിനെക്കുറിച്ചൊരു പുസ്തകമൊക്കെ എഴുതിയത്. പലപ്പോഴും ഈ രോഗം പല ആളുകൾക്കും ഉണ്ടാവും, പക്ഷെ ഈ ബാധിക്കുന്ന ആളൊഴിച്ച് ബാക്കിയുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു പ്രത്യേകത. എന്താണ് ഈ ഒരു കിങ് ബേബി സിൻഡ്രം? ഇതിനെ പൊതുവെ വിവക്ഷിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നത്, ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ കരയാറുണ്ട്, പാല് കുടിക്കാൻ കരയാറുണ്ട്, ഭക്ഷണം വേണമെന്ന് കുട്ടികൾ അറിയിക്കുന്നത് കരച്ചിലൂടെയാണ്. കുറച്ചുകൂടിയൊക്കെ നമ്മൾ മുതിർന്നു കഴിഞ്ഞാലും അമ്മ അല്ലെങ്കിൽ അച്ഛനോടൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ കരയാറുണ്ട്. പല കാര്യങ്ങൾക്കും കരച്ചിലുകൾ നമുക്ക് ആശ്വാസമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനൊക്കെ കുട്ടികൾ ഉപയോഗിക്കാറുണ്ട്. എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആണ് മനുഷ്യൻ്റെ കുട്ടികൾ. അങ്ങനെ വളരുന്ന ഒരു കുട്ടി കുറച്ചുകൂടിയൊക്കെ കുട്ടിയുടെ വളർച്ച അല്ലെങ്കിൽ ആ ഒരു മുതിർന്ന കുട്ടിയാവുക എന്ന് പറയുന്നത് സ്വന്തം കാലിൽ നിൽക്കുക, കാര്യങ്ങൾ മറ്റുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യുക എന്നതാണ്. നമ്മൾ വീട്ടിൽ നിന്നും ഇപ്പോൾ പറയാറുണ്ടത് കുട്ടികളെ ആ രീതിയിൽ പരിശീലിപ്പിക്കണം എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ ഒരു കിങ് ബേബി സിൻഡ്രം ബാധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അദ്ദേഹം ഈ മുതിർന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിന് എപ്പോഴും ഈ ആശ്രയത്വമില്ലാതെ ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല കുഴപ്പങ്ങൾക്കും മറ്റുള്ളവരെ കുറ്റം പറയുന്ന ആ ഒരു സ്വഭാവത്തിലൂടെ ഈ കിങ് ബേബി കടന്നു പോകും. എപ്പോഴും ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ചുറ്റും വേണം. മറ്റുള്ള ആളുകളാണ്. ഇപ്പോൾ ഒറ്റപ്പെട്ടാണ് ഞാൻ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഒറ്റപ്പെടലിന് കാരണം മറ്റുള്ളവരാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകലമാന കുഴപ്പങ്ങൾക്കും സാഹചര്യം, ആളുകൾ, ഇവരെ കുറ്റം പറയുന്ന ആ ഒരു സ്വഭാവം ഈ കിങ് ബേബിമാർക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മയക്കുമരുന്ന് അടക്കമുള്ള മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രോഗാവസ്ഥ വല്ലാത്ത രീതിയിലേക്ക് അവരെ എത്തിക്കാറുണ്ട്. ചൈൽഡ്ഹുഡ് ട്രോമയാണ്, അല്ലെങ്കിൽ അവരെ ആ കാലാനുസൃതമായ മാറ്റത്തിലേക്ക് കടന്നു വരാത്തത് കൊണ്ടാണെന്ന് പറയാറുണ്ട്. പിന്നീട് ലഹരിയിലൂടെ ഈ മയക്കുമരുന്നും മദ്യവും അടക്കമുള്ള ലഹരികൾ നമ്മൾ ഉപയോഗിക്കുന്നതോടുകൂടി ഡോപ്പമിൻ നമുക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പം നമ്മളുടെ പല കുഴപ്പങ്ങൾക്കും മറ്റുള്ളവരാണ് കാരണമെന്ന് നമുക്ക് പറയാനൊരു അവസരം കിട്ടും. നമ്മൾ കൂടുതൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ ഇന്നതാണ് കാരണം, എല്ലാത്തിനും നമ്മൾ കാരണം കണ്ടുപിടിക്കും. ഇപ്പോൾ കിങ് ബേബിയെ സംബന്ധിച്ചിടത്തോളം കിങ് ബേബി തൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം മറ്റുള്ളവരാണ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ എന്താണ്, കിങ് ബേബിക്ക് ഒരിക്കലും ഈ ഒരു അഡിക്ഷൻ എന്നൊക്കെ പുറത്തു കിടക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല അയാൾക്കും മറ്റുള്ളവർക്കും ഉപദ്രവകരമാകുന്ന രീതിയിൽ അയാളുടെ പെരുമാറ്റ വൈകല്യം മറ്റുള്ള ആളുകളെ ബാധിക്കും. കാരണം നമ്മൾ ഒറ്റപ്പെട്ടല്ല, സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ കിങ് ബേബി സിൻഡ്രത്തിന് എന്താണ് എന്ന് നോക്കാം. ഈ കിങ് ബേബി സിൻഡ്രം ഉള്ള ആളുകളുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ അവർ പലപ്പോഴും നമുക്കറിയാം, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ തങ്ങളുടെ ലഹരി ഉപയോഗം മറ്റുള്ളവരാണ് എന്ന് കുറ്റപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്ന ആളുകളോട് അവർക്ക് ദേഷ്യമായിരിക്കും. ആർക്കെങ്കിലും ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ലഹരി ഇല്ലാതെ ഇരിക്കാൻ അവർക്ക് പറ്റുകയില്ല, പക്ഷെ തങ്ങളെ ആരും കുറ്റം പറയരുതെന്നുള്ള ഒരു പ്രധാന പ്രശ്നം ഈ കിങ് ബേബിമാർ നേരിടുന്നുണ്ട്. അപ്പം അതിന് പ്രധാനമായിട്ട് കിങ് ബേബി ലക്ഷണങ്ങളിൽ ഒന്നാമത്തെ ഒരു ലക്ഷണം ഇങ്ങനെയാണ്. കിങ് ബേബി എപ്പോഴും ആവശ്യപ്പെടലുകൾ നടത്തിക്കൊണ്ടിരിക്കും. മറ്റുള്ള ആളുകളുടെ അടുത്തുനിന്ന് ഇങ്ങനെ ഡിമാൻഡിങ് ആയിരിക്കും ഈ കിങ് ബേബി എന്ന് പറയുന്നത്. അവർക്ക് എപ്പോഴും ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ സാധ്യമല്ല, എപ്പോഴും ആളുകൾ വേണം. ഏതൊരു കാര്യത്തിനും വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾക്കും അവരത് ചെയ്യാതെ മറ്റുള്ള ആളുകളെ അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. എന്നിട്ട് മാത്രമല്ല, തങ്ങളുടെ സ്വഭാവത്തിലെ ഈ ഒരു കുറവിനെ അത് ആളുകളോട് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ്, എനിക്കത് സാധ്യമല്ല എന്ന് പറയും. പലപ്പോഴും മുതിർന്ന ആളുകളും എന്ത് ചെയ്യും, ഈ രക്ഷിതാക്കളൊക്കെ പറയില്ല എൻ്റെ കുട്ടി അത് ചെയ്യില്ല എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം ഈ കിങ് ബേബിമാരെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്.
കാരണം കുട്ടിക്ക് അത് തൻ്റെ ഒരു വലിയ കഴിവായിട്ട് ഒറ്റയ്ക്ക് അവൻ പുറത്തേക്ക് പോവില്ല, അവൻ ഇന്നതേ കഴിക്കൂ എന്ന് പറയുമ്പോൾ അതൊരു സ്വഭാവത്തിൽ രൂപപ്പെടും. അതൊരു പ്രായം കവിഞ്ഞും തുടരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വഭാവ അല്ലെങ്കിൽ ഒരു കിങ് ബേബി സിൻഡ്രത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവരെപ്പോഴും ഡിമാൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതായിരിക്കുമെന്നാണ് ഒന്നാമത്തെ ലക്ഷണമായിട്ട് പറയുന്നത്. പിന്നെ അൾട്ടിമേറ്റ്ലി ഒരു ധിക്കാര സ്വഭാവം ഉണ്ടായിരിക്കും, ഒന്നിനെയും കൂസാത്ത ഒരു ഭാവം. എന്തൊരു കാര്യം മറ്റുള്ള ആളുകളെ അംഗീകരിക്കാൻ പറ്റില്ല, എന്ത് പറയുമ്പോഴും അതിനോട് എതിർക്കുന്ന ഒരു മനോഭാവമാണ്. കേൾക്കാനേ പറ്റില്ല, കുറച്ചു നേരം നിന്നുകൊണ്ട് കേൾക്കുക, ഒരു വീഡിയോ പരിപൂർണമായിട്ടിരുന്ന് കാണാൻ പറ്റില്ല, ഒരു കാര്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത ഒരു സ്വഭാവം ഉണ്ട്. എനിക്ക് എന്നോട് ആരും ഒന്നും പറയണ്ട, ഞാൻ എൻ്റെ രീതിയിൽ പോകാം എന്നുള്ള ആ ഒരു മനോഭാവത്തെ ഇതിൻ്റെ ലക്ഷണമായിട്ട് പറയാറുണ്ട്. മൂന്നാമതായിട്ട് എന്താ പറയുക, വിമർശിക്കുന്ന സമയത്ത് ദേഷ്യം വരികയാണ്. ഒരാളും ഒന്നിനെയും വിമർശിക്കാൻ പാടില്ല. എനിക്കോ എല്ലാവരും വിമർശിക്കാം, പക്ഷെ എന്നെ ആരും വിമർശിക്കരുത് എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം ഇതിൻ്റെ ലക്ഷണമായിട്ട് പറയാറുണ്ട്. പിന്നെ കാര്യങ്ങൾ തെറ്റുമ്പോൾ, ഇപ്പോൾ എൻ്റെ പ്രവൃത്തി കൊണ്ട് പല മിസ്റ്റേക്കുകളും സംഭവിക്കുമ്പോൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. എനിക്കൊരു തെറ്റ് പറ്റി എന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ മറ്റുള്ള ആളുകളെ കുറ്റം പറയുന്നതിനെയും കിങ് ബേബി സിൻഡ്രോമായിട്ട് പറയാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് ഒരു കാര്യത്തെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റായ്മ കിങ് ബേബി സിൻഡ്രത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയാറുണ്ട്. പിന്നെ പരാജയത്തെക്കുറിച്ച് എപ്പോഴും ഭയമാണ്. പരാജയപ്പെട്ടു പോകുമോ, മറ്റുള്ള ആളുകളുടെ മത്സരത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോകുമോ, എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്ന അമിതമായ ഭയം. എന്നെ മറ്റുള്ളവർ നിരസിക്കും, അത് പ്രണയബന്ധമായിക്കോട്ടെ, ഏതൊരു റിലേഷനാണെങ്കിലും അവിടെയൊക്കെ നിരസിക്കലിനെ കുറിച്ചുള്ള ഭയം ഈ കിങ് ബേബിക്ക് ഉണ്ടാകാറുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം ഈ രോഗത്തിൻ്റെ അൾട്ടിമേറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ നേരത്തെയൊക്കെ പറഞ്ഞ അഹങ്കാരം തന്നെയാണ്. വലിയ രീതിയിൽ ഞാനാരാ മോൻ എന്ന് പറയുന്ന അഹങ്കാരഭാവം ഉണ്ടാവും. അപ്പം ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ പല ആളുകൾക്കും ഉണ്ടെങ്കിലും ഇത് അൾട്ടിമേറ്റ്ലി കൂടുതലായിരിക്കും. വേറെ ആരെയും അംഗീകരിക്കാറില്ല, താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നൊക്കെ പറയുന്ന ആ ഒരു മനോഭാവത്തിൽ നിൽക്കും. തൻ്റെ അറിവ് അൾട്ടിമേറ്റ്ലി തനിക്ക് അറിയുന്ന കാര്യങ്ങൾക്കപ്പുറം വേറെ ഒന്നുണ്ട് എന്ന് ഈ കിങ് ബേബി ഒരിക്കലും സമ്മതിക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ വലിയ സുഹൃത്തുക്കളും ഇദ്ദേഹത്തിന് ഉണ്ടാവില്ല. ഉപേക്ഷിക്കപ്പെടുമോ, തനിക്കൊപ്പമുള്ള ആളുകൾ തന്നെ ഉപേക്ഷിക്കപ്പെടുമോ സുഹൃത്തുക്കൾ, അതുകൊണ്ട് തന്നെ പീപ്പിൾ പ്ലേസിംഗ് ആയിട്ട് മാറാൻ ശ്രമിക്കും. അതും പരാജയമായിരിക്കും ഫലം. തൻ്റെ ഒപ്പമുള്ള ആളുകളെ തന്നെ എതിർത്ത് കഴിഞ്ഞാൽ നശിപ്പിക്കുക, അത് ഏത് വിധേനയും വൈകാരികമായിരിക്കാം, മറ്റ് ശാരീരികമായിരിക്കാം, അവന് പറ്റുന്ന രീതിയിൽ നശിപ്പിക്കുക എന്ന സ്വഭാവവും ഇത്തരം സിൻഡ്രോമുള്ള ആളുകളിൽ കാണപ്പെടാറുണ്ട്. പിന്നെ അംഗീകാരമാണ്. ഈ അംഗീകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് കഴിവുണ്ടെങ്കിലാണ് നമ്മൾ അംഗീകരിക്കപ്പെടുക. നമുക്ക് കഴിവില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ അംഗീകരിക്കില്ല. പക്ഷെ നമ്മൾ നിരന്തരമായിട്ട് അംഗീകാരത്തിന് ആവശ്യം മറ്റുള്ളവരോട് ഉന്നയിച്ചു നോക്കും, എന്ത് ഭീകരമായിരിക്കും. അപ്പം അംഗീകാരത്തിനുള്ള ആവശ്യപ്പെടലുകൾ കിങ് ബേബിമാർ നടത്താറുണ്ട്. പിന്നെ പണം, അതേമാതിരി ഭൗതികമായിട്ടുള്ള മറ്റു നേട്ടങ്ങളെക്കുറിച്ചൊക്കെ അമിതമായ ശ്രദ്ധ കേന്ദ്രീകരണമായിരിക്കും ഇതിൽ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടേതായ കാര്യങ്ങളെല്ലാം നടക്കണം. അൾട്ടിമേറ്റ്ലി സെൽഫിഷ് ആയിരിക്കും, വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വേറെ ഒരു ചിന്തയും ഇല്ലാതെ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ പണം ഉണ്ടാക്കുന്ന മാർഗം ഏത് രീതിയിലാണ് എന്നത് കിങ് ബേബി നോക്കാറില്ല. കാര്യം നടക്കണമെന്ന ഒരൊറ്റ ലക്ഷ്യമായിരിക്കും കിങ് ബേബിക്ക് ഉണ്ടാവുക. പിന്നെ ആവേശം ഉണ്ടാക്കുന്ന എപ്പോഴും ഒരു ഉന്മാദാവസ്ഥ പോലെ കിങ് ബേബിക്ക് നിൽക്കണം. അവിടെയാണ് ഈ ലഹരിയൊക്കെ ഉപയോഗിക്കപ്പെടുന്നത്. ഈ ആവേശം കമ്മിയാക്കാൻ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. 2 തരം രീതിയിലായിട്ട് ഇതിനെക്കുറിച്ച് കിങ് ബേബിമാരുടെ ഈ സംഭവത്തെക്കുറിച്ച് പറയാറുണ്ട്. പിന്നീട് കിങ് ബേബി പലപ്പോഴും ഒറ്റപ്പെട്ടവരായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മനഃപൂർവ്വമായിട്ടുള്ള ഒറ്റപ്പെടലോ അല്ലെങ്കിൽ ഒരു ഏകാന്തത ഇഷ്ടപ്പെടുകയല്ല. അവർക്ക് അവരുടെ കൂട്ടുകാരെ, നേരത്തെ പറഞ്ഞ പല കാരണങ്ങളെ കൊണ്ടും തങ്ങളുടെ കൂട്ടുകാരുടെ കൂട്ടത്തിലൊരു കൂട്ടുകാരനായിട്ടിരിക്കാൻ ഈ കിങ് ബേബിക്ക് പറ്റില്ല. അയാളുടേതായ കോംപ്ലക്സുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. അപ്പോൾ പല കൂട്ടുകാരും അദ്ദേഹത്തിന് ഉപേക്ഷിച്ച് പോകും, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഈ കൂട്ടുകാരെ ഉപേക്ഷിച്ചിട്ട് പോകും. ഇതെല്ലാം കൊണ്ടെത്തിക്കുന്നത് സെൽഫ് സെൻറ്റേർഡ്നെസ് എന്ന് പറയുന്ന, തന്നിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന, താൻ മതി, ഈ പ്രപഞ്ചം തന്നെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്, എല്ലാം എനിക്ക് വേണ്ടി ഒരുക്കപ്പെടണം, ഈ ലോകവും മറ്റുള്ളവരും എന്ന് പറയുന്ന ആ സെൽഫ് സെൻറ്റേർഡ്നെസ് ആയിരിക്കും ഈഗോ സെൻട്രിക്കായ മനോഭാവം. ഈ പറയുന്ന പല ലക്ഷണങ്ങളും പല ആളുകൾക്കും ഉണ്ടാവും. പക്ഷെ
നമ്മൾ അവനവനെ പരിശോധിക്കുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഇതിൻ്റെ അളവ് സാധാരണയിൽ കവിഞ്ഞ രീതിയിലുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ആളായിരിക്കും. ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് ഈ സ്വഭാവമുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ അത് ഏതൊരു ലഹരിയാണെങ്കിലും, ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏതൊരു ലഹരിയാണെങ്കിലും ഈ സ്വഭാവ ദൂഷ്യങ്ങളെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റിക്കവറി സാധ്യമാവില്ല. ഏതൊരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ പോയി കഴിഞ്ഞാലും നമ്മൾ ചികിത്സയൊക്കെ എടുത്തു കഴിഞ്ഞാലും വീണ്ടും ലഹരിയിലേക്ക് പോകുന്നതിൻ്റെ കാരണം ഇത്തരം ഈ രോഗലക്ഷണങ്ങൾ നമ്മളെ വീണ്ടും ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കാൻ, കാരണം മറ്റുള്ളവരെ കുറ്റം പറയേണ്ട ഒരവസ്ഥ നമുക്ക് കടന്നു വരും. അപ്പം അങ്ങനെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ പരിഹാരമാർഗം? ഇതിൻ്റെ പരിഹാരമാർഗം എന്ന് പറയുന്നത് കോഗ്നറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന CBT എന്ന് പറയുന്ന മാർഗമാണ്. നമുക്ക് നല്ല സൈക്കോളജിസ്റ്റുമാരെ അതിനായിട്ട് സമീപിക്കാവുന്നതാണ്. പല രീതിയിൽ നല്ല എന്താ പറയുക, ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ രോഗത്തെ നമ്മൾ എന്താ പറയുക പരിഹരിക്കേണ്ടതുണ്ട്. നന്നായി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള മനഃശാസ്ത്രജ്ഞന്മാരെയും അതേപോലെ തന്നെ സൈക്കോ തെറാപ്പിസ്റ്റുകളെയും നമുക്ക് പോയിട്ട് സമീപിക്കാം. അതിൻ്റെ പ്രധാനമായിട്ട് അവർ അനുവർത്തിക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കുക എന്നാണ്. ഈ കിങ് ബേബീസ് സിൻഡ്രം ഉള്ള മനുഷ്യന് ആദ്യം ഉണ്ടാവേണ്ടത് അയാൾക്ക് ഈ രോഗമുണ്ട് എന്ന് അയാൾ അറിയുക എന്നാണ്. അല്ലാത്ത രീതിയിൽ പല റിക്കവറി മെത്തേഡുകളായിട്ട് ഇതിന് ഉപയോഗിക്കാറുണ്ട് പല ആളുകൾ. അതിലാദ്യം തനിക്ക് രോഗമുണ്ട് എന്ന് താൻ അറിയുക. അപ്പോൾ തനിക്ക് രോഗമുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. തൻ്റെ രോഗം ഏതൊക്കെ രീതിയിലാണ് ബാധിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. തൻ്റെ കുഴപ്പങ്ങൾ എന്താണെന്ന് ഇയാൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ എന്താണ്, നമ്മുടെ ഒരു റീകൺസ്ട്രക്ഷൻ തലച്ചോറിലേക്ക് നമുക്ക് നടത്താനായി പറ്റും. നമ്മുടെ ചിന്തകളെയൊക്കെ ചെറുതായിട്ട് നമ്മുടെ ആ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ ഏറ്റവും പ്രധാനം നമ്മളെ കണ്ടെത്തി കഴിഞ്ഞിട്ട് ഈ പാത്ത്, തലച്ചോറിൻ്റെ പാത്ത് എളുപ്പത്തിൽ അങ്ങ് ശരിയായി കൊണ്ടൊരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതല്ല. സമയമെടുത്ത് നമ്മൾ തന്നെ ക്ഷമയോടുകൂടി ഈ പറയുന്ന സൈക്കോ തെറാപ്പിസ്റ്റ്, നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ, കൗൺസിലർ എന്നൊക്കെ പറയും, അവരുമായിട്ട് വളരെ കൃത്യമായിട്ട് ഓരോ കാര്യവും തുറന്നു പറയുക. എനിക്ക് ഇന്നതുണ്ട്, ഒരു തുറന്നു പറച്ചിലുകളിലൂടെ വളരെ കടുത്ത സത്യസന്ധത ആവശ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഈ രോഗത്തിൻ്റെ പരിഹാരമായിട്ട്. കാരണം നമ്മളോടുള്ള സത്യസന്ധതയാണ്, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല. എനിക്ക് മാറണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ എന്നെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നു. എൻ്റെ കുഴപ്പമാണ്, മറ്റുള്ളവരുടെ കുഴപ്പമല്ല. എൻ്റെ ഒരു കുഴപ്പം കൊണ്ടാണ് മറ്റുള്ളവരിൽ എനിക്ക് കുഴപ്പങ്ങൾ, സാഹചര്യവും ആളുകളും ഒക്കെ മാറണമെന്ന് തോന്നുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ എൻ്റെ സുഹൃത്തോ അല്ലെങ്കിൽ എൻ്റെ കൗൺസിലറോ ആയിട്ട് ഞാൻ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയും. ഇതിവിടെ മാറ്റം ഉണ്ടാക്കേണ്ടതും ഉണ്ടാകുന്നതും എന്നിലൂടെയാണ്. മറ്റു ആളുകൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർക്കത് പറഞ്ഞു തരാനേ പറ്റൂ. പക്ഷെ പ്രവർത്തിക്കേണ്ടത് ഞാനാണ്. അത് നിരന്തരമായ പ്രവൃത്തിയാണ്. റിലാപ്സുകളും സ്ലിപ്പും സംഭവിക്കാതെ, അഥവാ അത് സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ വീണ്ടും കയറി വരികയാണ്. ആ കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഒരു ദിവസത്തെ പരിപാടി എന്ന് പറഞ്ഞ് രാവിലെകളിൽ തുടങ്ങുന്നു, രാത്രി അതിൻ്റെ കൃത്യമായ പരിശോധന, അത് തുറന്നു പറയുന്നു. അപ്പോൾ നിരന്തരമായിട്ട് മുന്നോട്ട് പോകേണ്ട, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ കൺസ്ട്രക്ഷൻ തലച്ചോറ് നടക്കുകയും പിന്നീട് നമുക്ക് വലിയ രീതിയിൽ ഇതിനെ മാറ്റത്തിന് വിധേയമാകാനും പറ്റുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും അതേപോലെ തന്നെ നിരവധി പേരുടെ മാറ്റങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ അനലൈസ് ചെയ്യാനൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ സഹായകരമായിട്ട് മാറട്ടെ. എന്തായാലും എന്നെ കേട്ടിരുന്നതിനുള്ള നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, താങ്ക് യു.